Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alamin. Salatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. Respected Chairman Janab Qadir Muhyiddin Sahib, ex-MP, the Honorable President of Indian Union Muslim League, and our beloved P.K. Kunyarikudi Sahib, General Secretary of National Muslim League Committee, and Thiru Avadi S.M. Nasser, DMK leader and Minister for Minority and NRI, Government of Tamil Nadu, and Mr. K. Raghavan, MP from Kerala, and the distinguished dignitaries along the stage from different parts of our country, and our beloved Muslim League leaders, my dear brothers and sisters gathered here. സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ ദേശീയ ആസ്ഥാന മന്ദിരം, നാഷണൽ ഓഫീസ്, അതിൻ്റെ വിർച്വൽ ഇനാഗുറേഷൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നടക്കാനിരിക്കുകയാണ്. Today we marks a proud and historic moment for all of us. In the heart of our great nation in Delhi, we have built not just an office, but a home. The Qaid-e-Millat Center is long cherished dream of our community, a milestone in the history of our party, and today that dream stands fulfilled. For the Indian Union Muslim League, an office is never a mere structure of politics. It is a space with purpose, a space to nurture harmony, serve the poor, and empower the marginalized. Wherever the IUML establishes itself, it brings blessing to the locality. And now, with our presence in the capital, our responsibility becomes even greater. This center will serve the entire nation, guided by a broader, inclusive vision. The Qaid-e-Millat Center, QMC, will function as the national headquarters of the IUML. From here, we will lead initiatives in cultural and social reform, education and empowerment, and public service. And importantly, this center was not built with the wealth of the elite. It rose from the humble contributions of our people. Every rupee came from the hands of dedicated IUML workers and well-wishers. This building belongs to the people. മുസ്ലിം ലീഗിൻ്റെ ഓഫീസുകൾ, അത് പഞ്ചായത്ത് ഓഫീസായാലും മണ്ഡലം ജില്ലാ തലങ്ങളിലെ ഓഫീസുകളായാലും സ്റ്റേറ്റ് ഓഫീസായാലും, ആ ഓഫീസുകളിലൊക്കെ നിർമ്മാണത്തിന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരുടെ സംഭാവനകൾ സ്വരൂപിച്ചിട്ടാണ് ആ ഓഫീസുകളെല്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. മഹാനായ ഖായിദ്-മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ നാമധേയത്തിലുള്ള ഈ സെൻറ്റർ, അതിൻ്റെ നിർമ്മാണത്തിനും നമ്മൾ പണം സ്വരൂപിച്ചത് സാധാരണക്കാരായ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരിൽ നിന്നാണ്, മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്നവരിൽ നിന്നാണ്. ഇപ്പം എല്ലാവരുടെയും പങ്കാളിത്തം ഇതിനുണ്ടായിട്ടുണ്ട്. നമ്മൾ അതിന് പ്രത്യേകമായിട്ടുള്ള ഫണ്ട് സ്വരൂപണം തന്നെ നമ്മളതിനു വേണ്ടി
തയ്യാറാക്കി. എല്ലാവരും അതിലേക്ക് സംഭാവന ചെയ്യാൻ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാവരും മുന്നോട്ട് വന്നു. ഇന്ന് 28 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് രാജ്യ തലസ്ഥാനത്ത് മഹാനായ ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ നാമധേയത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ കെട്ടിടം, അതിന് തങ്ങളാലാവുന്നത് സംഭാവന ചെയ്ത് വന്നിരിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും എന്നുള്ളതിൽ നമ്മളെല്ലാം ഏറെ സന്തോഷിക്കുകയാണ്. In fulfilling this dream, we honor the vision of our beloved ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. This center is a monument to ഖായിദ് മില്ലത്ത്സ് ideals. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കാണ് ഈ സെൻറ്റർ മുൻതൂക്കം നൽകുന്നത്. ഈ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ അതിനു വേണ്ടിയാണ് നമ്മൾ ക്രമീകരിക്കുന്നത്. അദ്ദേഹം നിലനിന്നത് ഹാർമണി, കോഎക്സിസ്റ്റൻസ് ആൻഡ് സർവീസ് ടു ദ നേഷൻ. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു മഹാനായ ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അദ്ദേഹത്തിൻ്റെ ജീവിതം രാജ്യത്തിന് വേണ്ടി കാഴ്ചവെച്ചത്. പെർഹാപ്സ് ദിസ് കുഡ് ഹാവ് ബീൻ ബിൽറ്റ് ഏർലിയർ. നമ്മൾ നേരത്തെ തന്നെ ഇത് ഉണ്ടാക്കേണ്ടതായിരുന്നു. നമ്മുടെ മുൻകാല നേതാക്കളെല്ലാവരുടെയും പരിശ്രമങ്ങൾ അതിനുവേണ്ടി നടത്തപ്പെട്ടിരുന്നു. പക്ഷേ നമുക്ക് മറ്റു പല ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് വൈകിയത്. കാരണം നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഭാഗം മുസ്ലിം ലീഗ് സർവീസസ് that extends to establishing schools and colleges in different parts of our country, across the country, and opening relief centers for the poor. And of course, we have to build Baitur Rahmas. We have to maintain CA centers. ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം നമുക്ക് നിർവഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡൽഹിയിലെ ഈ ആസ്ഥാന മന്ദിരം വൈകിയത് എന്നത് കുറ്റബോധത്തോടെയല്ല നമ്മൾ ഓർക്കുന്നത്, മറിച്ച് ആത്മസംതൃപ്തിയോടെ തന്നെയാണ് നമ്മളത് ഓർക്കുന്നത്. ആഫ്റ്റർ ഡിക്കേഡ്സ് ഓഫ് സെൽഫ്ലെസ് സർവീസ്, we now have a space in the heart of India, a symbol of our commitment in these challenging times. The UML has always stood for the national interest. We have always championed secularism, unity, and peaceful coexistence, while we raise our voice for the identity and rights of Muslims through constitutional means. We walk shoulder to shoulder with every other community. We extend hands of friendship and we build bridges of harmony. Throughout history, UML has produced undisputed leaders. ഖായിദ് മില്ലത്ത് had a visionary outlook not just for Indian Muslims but for India itself. ഖായിദ് മില്ലത്ത് അദ്ദേഹം ഇന്ത്യയുടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രവർത്തിച്ചത്, അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. ഇന്ത്യയുടെ പരമാധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഇന്ത്യയിലെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസങ്ങളില്ലാതെ ഓരോ പൗരൻ്റെയും അവകാശങ്ങൾ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഖായിദ് മില്ലത്ത് ശബ്ദം ഉയർത്തിയത്. അദ്ദേഹത്തോടൊപ്പം മഹാനായ സീതി സാഹിബ് ഉണ്ടായിരുന്നു, പോക്കർ സാഹിബ് ഉണ്ടായിരുന്നു, മഹാനായ CH മുതുകോയ സാഹിബ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സെയ്ദ് ഖായിദുൽ ഖൗം സെയ്ദ് അബ്ദുറഹ്മാൻ വാഫഖി തങ്ങളുണ്ടായിരുന്നു, സെയ്ദ് പൂക്കോയ തങ്ങളുണ്ടായിരുന്നു, സെയ്ദ് സിയാബ് തങ്ങളുണ്ടായിരുന്നു. അവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ ആ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് മുമ്പിൽ കാഴ്ചവെച്ചു തന്നത്. IUML was born to protect minority rights, but it matured into a custodian of the Republic's diversity, proving that identity and inclusivity are not contradictions. From the very beginning, they stood with Dr. B.R. Ambedkar and helped him
entered the Constituent Assembly, where he gave India its constitution. ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ ഡോക്ടർ അംബേദ്കർ അദ്ദേഹത്തിന് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ മഹാനായ ഖാദിം മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചു. അത് പിന്നീട് ഇന്ത്യക്ക് ലോകത്തിന് തന്നെ മാതൃകയായ ഒരു ഭരണഘടന രൂപം നൽകുന്നതിലാണ് ഡോക്ടർ അംബേദ്കറുടെ ജീവിതം സമർപ്പിക്കപ്പെട്ടത്, പ്രവർത്തനങ്ങൾ പ്രയോജനപ്പെടുത്തപ്പെട്ടത് എന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. വി ഒപ്പോസ് യൂണിഫോം സിവിൽ കോഡ് not to divide but to safeguard the mosaic of cultures that make India beautiful. ഇന്ത്യ എന്നും സൗന്ദര്യത്തിൻ്റെ നാടാണ്. ഇന്ത്യയിലെ വിവിധ ജാതികളും മതങ്ങളും വിവിധ വിഭാഗങ്ങളും ഇതെല്ലാം ഇന്ത്യയെ സൗന്ദര്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്, ഇന്ത്യയെ സുന്ദരമാക്കുന്നു. ആ സൗന്ദര്യത്തെ രക്ഷിക്കാനാണ് യൂണിഫോം സിവിൽ കോഡിനെ മുസ്ലിം ലീഗ് എതിർക്കുന്നത്. അതല്ലാതെ ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയല്ലാതെ ഇന്ത്യയുടെ സൗന്ദര്യം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ യൂണിഫോം സിവിൽ കോഡിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. മഹാനായ CH മുതുകോയ സാഹിബ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് നമ്മുടെ പാർലമെൻ്ററി ജീവിതത്തിൻ്റെ വിജയമാണ്. അധികാര രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് മഹാനായ CH മുതുകോയ സാഹിബ് മുതൽ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരും ഭരണാധികാരികളുമൊക്കെ നമുക്ക് കാഴ്ചവെച്ചു തന്നത്. CH മുതുകോയ സാഹിബ് ഇവിടെ അദ്ദേഹം കേരളത്തിൽ നടത്തിയ പരിഷ്കാരങ്ങൾ ട്രാൻസ്ഫോംഡ് ദ ഫ്യൂച്ചർ ഓഫ് കൗണ്ട്ലെസ് ജനറേഷൻസ്. അദ്ദേഹം ചെയ്തത് ഹി മെയ്ഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഫ്രീ ഇൻ കേരള എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ പല ഭാഗത്തും അതുണ്ടായിരുന്നില്ല. റൈറ്റ് എഡ്യൂക്കേഷൻ പാർലമെൻറ്റ് പാസ്സാക്കുന്നത് തന്നെ ഏതാണ്ട് 10 കൊല്ലം മുമ്പാണ്. അതിനു മുമ്പ് തന്നെ CH മുതുകോയ സാഹിബ് സെക്കൻഡറി വിദ്യാഭ്യാസത്തെ അദ്ദേഹം സൗജന്യമാക്കി. അത് മലബാറിൻ്റെ വിജയമായിരുന്നു. മലബാറിൻ്റെ വളർച്ചയ്ക്ക് അതേറെ പ്രയോജനപ്പെടുത്തപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ വിഷൻ ദ IOML ടേൺഡ് മലബാർ ഇൻടു എ ക്രാഡിൽ ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ്റെ താരാട്ടാണ് മുസ്ലിം ലീഗ് എന്നും പാടിയിട്ടുള്ളത്. ചിലരൊക്കെ മുസ്ലിം ലീഗിനെ പലപ്പോഴും പരിഹസിച്ചിരുന്നു സംയമനത്തിൻ്റെ താരാട്ട് എന്നുള്ളത്. സംയമനത്തിൻ്റെ താരാട്ട് മാത്രമല്ല മുസ്ലിം ലീഗ് പാടിക്കൊണ്ടിരുന്നത്. മുസ്ലിം ലീഗ് വിദ്യാഭ്യാസത്തിൻ്റെ താരാട്ട് പാടിയിട്ടുള്ള പ്രസ്ഥാനമാണ്. മുസ്ലിം ലീഗ് മാറ്റങ്ങളുടെയും വികസനത്തിൻ്റെയും താരാട്ട് പാടിയിട്ടുള്ള പ്രസ്ഥാനമാണ്. മുസ്ലിം ലീഗ് പ്രവാസ ലോകത്ത് ആയിരക്കണക്കായ നമ്മുടെ സഹോദരങ്ങൾ അവിടെ ജോലിയെടുത്ത് കഴിയുമ്പോൾ അവർ നാട്ടിലുള്ള അവരുടെ കുടുംബങ്ങൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ മക്കൾ, അവരുടെ ഭാര്യമാർ അവർക്ക് സുരക്ഷിതമായ ജീവിതം പ്രദാനം ചെയ്തു കൊടുത്തുകൊണ്ട് സുരക്ഷിതത്വത്തിൻ്റെ താരാട്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാടിക്കൊണ്ടിരുന്നത്, ചൊല്ലിക്കൊണ്ടിരുന്നത് എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. Our politics has always been guided by moderation, not extremism. When the Babri Masjid was demolished and the nation trembled, Panakkad Muhammad Ali Shihab Thangal declared, not a single temple in Kerala should be harmed for the wrong done in Ayodhya. എന്ന് അദ്ദേഹം വളരെ ശക്തമായിട്ട് തന്നെ അന്ന് പ്രതികരിച്ചത് അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഒരു വലിയ അധ്യായമായിട്ടാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനം ദാറ്റ് വാസ് മോർ ദാൻ പൊളിറ്റിക്കൽ വിസ്ഡം, ഇറ്റ് വാസ് എ മോറൽ കറേജ്, എ റിമൈൻഡർ ദാറ്റ് ഹേറ്റ്രഡ് ക്യാൻ നെവർ ഹീൽസ് വൂണ്ട്സ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയമായിട്ടുള്ള ധൈര്യത്തിൻ്റെ ഫലമായിട്ടാണ് അന്ന് അദ്ദേഹം അത് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി to the present day, IOML has had consistent representation. In every election, people have trusted our ideology and politics. We have created many beautiful chapters in India's history, yet much of it remains unwritten. അപ്പോൾ കുറേ നമ്മുടെ ഹിസ്റ്ററി ഇനിയും എഴുതപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു ചരിത്രം ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട്. ടുഡേ വി റിലീസ് എ ന്യൂ ബുക്ക് ഓൺ ദ ഹിസ്റ്ററി ഓഫ് ദ മുസ്ലിം ലീഗ് ഇൻ ഇംഗ്ലീഷ്.
a beginner's introduction. In the future, we hope to publish a comprehensive volume. I invite writers and researchers to contribute to this great effort. Your work will be deeply appreciated. We faced criticism from fake nationalists and voices of hatred simply because of our name. But the nation knows what IUML stands for. Our work, our service, and our commitment speak louder than their lies. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ തരത്തിലുള്ള നുണപ്രചാരണങ്ങൾക്കും മേലെയാണ്. എല്ലാ നുണപ്രചാരണങ്ങളെയും നമുക്ക് അതിജീവിക്കുവാൻ സാധിച്ചിരിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സേവനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തോടുള്ള കടപ്പാട്, രാജ്യത്തോടുള്ള കടപ്പാട്, അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇനിയും തുടരും എന്ന് ഈ അവസരത്തിൽ പറയുന്നതിൽ നമുക്കേറെ അഭിമാനമുണ്ട്. ദിസ് ഈസ് അവർ ലെഗസി ആൻഡ് ദിസ് മസ്റ്റ് ബി അവർ ഫ്യൂച്ചർ, ടു വർക്ക് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് ദിസ് നേഷൻ, to rise above hate and embrace constructive services. The Qaeda Millet Center raises today as a living monument to that legacy, and it was echoes the voices of past, but its heart beats for the future. It is a home for dialogue, a fortress for constitutional rights, and a beacon of unity in diversity. ഖായിദ മില്ലത്ത് സെൻറ്ററിൻ്റെ ചുമരുകൾക്ക് ഒരുപാട് കഥകൾ പറയാറുണ്ട്. ഡൽഹിയിലെ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും നമ്മുടെ ഖായിദ മില്ലത്ത് സെൻറ്ററിൻ്റെ തന്നെ ആ ഒരു നിറം ഉണ്ടല്ലോ, അത് രാജസ്ഥാൻ മാർബിളിൻ്റെ നിറമാണ്. ആ നിറം കുതുബ് മീനാറിൻ്റെ നിറമാണ്. ആ നിറം ചെങ്കോട്ടയുടെ നിറമാണ്. ആ നിറം ഒരുപാട് ചരിത്ര സൂക്ഷിപ്പുകളുടെ നിറമാണ്. ആ നിറത്തിൻ്റെ ഉള്ളിൽ ആ മതിലുകൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. കഴിഞ്ഞു പോയ കാലത്തിൻ്റെ കഥകൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഭാവിയെ കരുപ്പിടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ആ നിറം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതൊക്കെ കണ്ടുകൊണ്ടാണ്, ബോധപൂർവം തന്നെയാണ് ആ നിറം മുസ്ലിം ലീഗ് തിരഞ്ഞെടുത്തത്. അത് ഇന്ത്യയുടെ നിറമാണ്, ഇന്ത്യയുടെ ഭൂതകാലത്തിൻ്റെ നിറമാണ്, ഇന്ത്യയുടെ ഭാവിയുടെ നിറമാണ്. മുസ്ലിം ലീഗിൻ്റെ ഭൂതകാലത്തിൻ്റെ നിറമാണ്, മുസ്ലിം ലീഗിൻ്റെ ഭാവിയുടെ നിറമാണത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പച്ചയോടൊപ്പം ആ നിറവും നമ്മെ ശക്തിപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ്. ഇൻ ദീസ് ടൈംസ് when authoritarianism threatens India's plural soul, the IUML stands firm. We have challenged the Citizenship Amendment Act, resisted the Uniform Civil Code, opposed the encroachment of Waqf or opportunities. ഇതിനെല്ലാം നമ്മൾ എതിർക്കുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ എതിരാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഭരണകൂടം അതിൻ്റെ അധികാരം ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ, അതിനെതിരെ ജനാധിപത്യപരമായിട്ട് നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. നിയമപരമായ രീതി, ലീഗലായിട്ട് നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അത്തരം നിയമങ്ങൾ ഇവിടെ നടപ്പിലാകാതെ പോകുന്നത് എന്നുള്ളതിലും നമുക്ക് ഏറെ അഭിമാനമുണ്ട്. ആൾദോ കോൺസ്റ്റിറ്റ്യൂഷണൽ മീൻസ് ആൻഡ് വിത്ത് ദ സെയിം സ്പിരിറ്റ് ദാറ്റ് ഗൈഡഡ് us since our birth in 1948. We are not just a political organization of Muslims. We are a conscience of democracy. We carry the voices of Dalits, Adivasis, women, minorities, and the poor. We speak for all who believe that freedom and dignity belong to every Indian. നമുക്ക് എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയാണ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് നമുക്കിനിയും തുടരുവാനുള്ളത്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളിൽ അത് നമുക്കൊരു വലിയ നാഴികക്കല്ലാക്കി മാറ്റുവാൻ സാധിക്കും. ഈ സന്ദർഭത്തിൽ നമ്മൾ ദുഃഖത്തോടെ ലോകതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ്റെ ജനങ്ങൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീരായാതനകളെയും വേദനകളെയും കുറിച്ച് നമ്മൾ ഓർമ്മിക്കുകയാണ്. On this happy occasion, let us also turn our thoughts to the people of Palestine. The people of Palestine today are struggling just as we once struggled against British rule and other occupations. Across the world,
voices rise in solidarity with Gaza, Rafah, and the West Bank. They live under the constant fear of bombardment, the pain of starvation, and the cries of children waking each day to suffering. Nations and world leaders must rise to the occasion and demand an immediate ceasefire. People everywhere are calling for it. It is the responsibility of states and international bodies to ensure that the needs of the Palestinian people are met and that peace is restored. We too must stand firmly with the cause of Palestine. Let us pray for the souls that have been lost and for strength in the hearts and minds of those who continue to endure with courage and dignity. Historically, India has always stood with Palestine as a nation. It is time we rethink our position in light of the tragic events unfolding before our eyes. As a great and powerful nation, India must show the courage to work for peace, to end this injustice, and to build hope not only in the region but across the world. I hope our leaders will take the steps that are needed. പലസ്തീൻ്റെ ആ വലിയ ദുഃഖത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുകയാണ്. ഈ കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സർവശക്തൻ്റെ തിരുനാമത്തിൽ നിർവഹിച്ചത് അറിയിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.